കോൺഗ്രസ് ആറാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ. അനുജ, രാജസ്ഥാനിലെ കോട്ട, അതോടൊപ്പം തന്നെ അജ്മീർ, ബിൽവാഡ, രാജ്സമന്ദ് എന്നീ മണ്ഡലങ്ങളും തമിഴ്നാട്ടിലെ തിരുനെൽവേലി സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ രാജസ്ഥാനിൽ കോട്ടയിൽ BJP വിട്ടുവന്ന പ്രഹ്ലാദ് ഗുഞ്ചലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പ്രഹ്ലാദ് ഗുഞ്ചയിൽ BJPയിൽ നിന്ന് കോൺഗ്രസ് എത്തിയതിന് പിന്നാലെ വലിയ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലടക്കം ഗുഞ്ചലിനെ ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യമാണ് പ്രാദേശിക നേതൃത്വം അടക്കം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പ്രഹ്ലാദ് ഗുഞ്ചലിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാജ്സമന്ദ് കൂടാതെ അജ്മീർ, ബിൽവാഡ എന്നീ മണ്ഡലങ്ങളും തിരുനെൽവേലി സീറ്റിലുമാണ് കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. എന്തായാലും ആറാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും ഉത്തർപ്രദേശിലെ അമേഠി, അതോടൊപ്പം തന്നെ റായ്ബറേലി എന്നീ 2 സ്റ്റാർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ചർച്ചകൾ തുടരുന്നുണ്ടെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഒഴിച്ചെടുത്തതിൽ വലിയ അതൃപ്തി ഇപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തിനിടയിലുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ ഈ അമേഠി, റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ മറ്റന്നാൾ കോൺഗ്രസിന്റെ അടുത്തിടെ സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പട്ടികയിൽ അമേഠി, അതോടൊപ്പം തന്നെ റായ്ബറേലി ഈ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് തന്നെയാണ് ഈ ഘട്ടത്തിലും സജീവമായി തന്നെ ഇരു മണ്ഡലങ്ങളിലും പരിഗണിക്കുന്നത്. നിതിൻ, അതോടൊപ്പം തന്നെ ഈ റായ്ബറേലിയിൽ ഇത്തരത്തിൽ ഈ പ്രഖ്യാപനം വൈകാനിടയായ സാഹചര്യം എന്താണ്? ഈ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഇവർ തന്നെ മത്സരിക്കണം എന്നാണല്ലോ ആ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മേഖലയിൽ വൈകുന്നത്? പ്രവിധ, ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷൻ ഇന്നും വ്യക്തമാക്കിയത് ഇരു നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിലും മത്സരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നമുക്കറിയാം, റായ്ബറേലിയിൽ നിന്നും സോണിയാഗാന്ധി ഇത്തവണ ലോക്സഭ ഒഴിവാക്കി രാജ്യസഭയിൽ എത്തിയപ്പോൾ തന്നെ റായ്ബറേലി മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ആവശ്യം പ്രാദേശിക തലത്തിലടക്കം ഉയർന്നിരുന്നു. അപ്പോഴും അമേഠിയിലും രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചത്. എന്നാൽ അമേഠി ഒഴിവാക്കി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം മത്സരിക്കുമെന്ന ചില ചർച്ചകൾ അവിടെ നടന്നൊരു പശ്ചാത്തലത്തിൽ വലിയ അതൃപ്തി ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിരുന്നു. കാരണം സ്മൃതി ഇറാനി പരസ്യമായി തന്നെ വെല്ലുവിളിച്ചിട്ടും രാഹുൽ ഗാന്ധി അതിൽ മത്സരിക്കാതെ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ നൽകിയ മുന്നറിയിപ്പ്. ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറിലും വേണം എന്ന് തന്നെയാണ് ആവശ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ, അതായത് PCC അധ്യക്ഷൻ വ്യക്തമാക്കിയതും ഇരു നേതാക്കൾ ഉത്തർപ്രദേശിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈകാതെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരം. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് ആറാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ പട്ടികയിൽ ഇത്തവണയും റായ്ബറേലിയെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.